ഇതിപ്പോ എന്തിനു വേണ്ടിയാ? ഇത് മാട്രിമോണിയിൽ അപ്ലോഡ് ചെയ്യാൻ. എടുക്കണ ഫോട്ടോ അതേപോലെ ഇടണം. ഇല്ലെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് പിന്നെ ആളുകൾ വന്നിട്ട് പിന്നെ കണ്ടിട്ട് ഇഷ്ടമായില്ലെന്ന് വരാൻ പാടില്ല. ഓക്കേ അല്ലേ? സത്യേട്ടാ ഇതാണ് അച്ഛൻ, ഇതമ്മ, ഇതെന്റെ ദമയന്തി. നീ പറഞ്ഞ അച്ഛൻ മനസ്സിലായ? ഇല്ല, ഞാൻ വഴിപാട് ചെയ്തവൻ. ഇത് ആസിഡ് ബിയാരി. കാര്യം പറഞ്ഞവാ. എന്താണ്? ആ ഇങ്ങാണോ ബലം പിടിക്കല ബനിയം കയറോട്ടാ. പേടിക്കണ്ട, ഇല്ല പേടിക്കണ്ട, നമ്മുടെ ആശാനാണ്. എക്കിന്ന് സെറ്റാക്കും. പേടിക്കണ്ട, നമ്മുടെ കാര്യം പറയാനല്ലേ അണ്ണാ. ഇത് കാര്യം പറയാനൊന്ന് നിങ്ങൾ പറഞ്ഞ പോരെ. പറയ വേറൊന്നുമില്ല. ഇവിടെ എന്റെ പയ്യനാണ്. അവൻ കുറച്ച് ദിവസമായി പറയണേ ഒരു കൊച്ചിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ നടക്കണത്. എനിക്കാണ് ഈ പിള്ളേരെന്തെങ്കിലും പറഞ്ഞ് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. നിങ്ങളുടെ മോളെ ഇഷ്ടമാണ്. അച്ഛാ, ഞാനൊരു ദിവസം ദമയൂന ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടേ. അപ്പൊ എനിക്ക് താല്പര്യം തോന്നി, കല്യാണം കഴിക്കാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നാണ്. അവനിപ്പോ പറയാനൊന്നും വേറെ ആരൊന്നുമില്ല, ഞങ്ങൾക്ക് തന്നെയാണ്. ഒന്നാമത് ഈ കല്യാണം അന്വേഷിച്ച് വരാനൊക്കെ ഒരു മര്യാദ ഇല്ലേ? ഇങ്ങനെയൊക്കെയാണ് വരണത്. ഞങ്ങൾ തുണി കൊടുക്കാതെ തുണി എടുക്കാതല്ലേ കണ്ട് ഈ ആളുകളും എന്താ എനിക്ക് മനസ്സിലാവണില്ല. അത് നോക്കണ്ട, അത് ആംബിയൻസ് ആണ്. നമ്മുടെ പിള്ളേരാണത്, എല്ലാം നമ്മുടെ പിള്ളേരാണ്. ഒരു യുക്കും പേടിക്കാനുള്ള. അവളെ കല്യാണം കഴിക്കാനാകുമ്പോ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തോളാം. ആ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അതിനായിട്ടില്ല. ആവട്ടെ. ആ സൈസ് എടുക്കല്ലേ അണ്ണൻ പറഞ്ഞ കൊച്ചൊക്കെ പോരുന്നല്ലേ കല്യാണം കഴിച്ചു കൊടുക്ക്. അതേ, അവള് പഠിക്കാനാ, പഠിത്തമോ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ടേ ഞാൻ ആലോചിക്കുള്ളൂ. ആലോചനയൊക്കെ അവിടെ നിൽക്കട്ടെ. ആലോചിക്കണൊക്കെ ഇപ്പൊ തന്നെ ആലോചിക്കണ നല്ലത്. അല്ലെങ്കിൽ ആലോചിക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ തീരുമാനിച്ചോ, അണ്ണന് വെറുപ്പിക്കണ്ട. ഇപ്പൊ കല്യാണം കഴിക്കാനാണെങ്കിൽ തന്നെ എന്താ ചെയ്യാനുള്ള ജോലി? അവൻ എന്റെ കൂടെ, എന്റെ കൂടെ തന്നെയാണ്. നല്ലൊരു ജോലി ഉണ്ടാവൂലേ? കൊട്ടേഷൻ വർക്കാ. കൊട്ടേഷനാണ്? കൊട്ടേഷൻ. എന്ത് കൊട്ടേഷൻ? ഗവൺമെന്റിന്റെ അതോ പ്രൈവറ്റോ? ഗവൺമെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. എടുക്കും നമ്മള് എല്ലാം കിട്ടില്ല. പ്രൈവറ്റും ഗവൺമെന്റ് ഒക്കെ എല്ലാം ഓക്കെയാണ്. അതെ, എന്താ പണി? എന്താണ് പണി? ഇത് തന്നെ, കാലും കൈയൊക്കെ വെട്ടി ആവശ്യം ഉണ്ടെങ്കിലേ ഉറക്കണെങ്കിൽ ഉറക്കും, കിടത്തണെങ്കിൽ കിടത്തും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇറങ്ങി. എന്തോ ഇപ്പൊ ഇറങ്ങ്. അതെന്താണ്? അതെന്ത് വർത്താനമാണ്? ഞാൻ ഉമ്മറത്തേക്ക് കയറി വരുമ്പോ തന്നെ അങ്ങനെ ഇറങ്ങുന്ന പറയണെന്ത്? അതെ അച്ഛാ, അണ്ണനോട് ആരും അങ്ങനെ സംസാരിക്കാറില്ല, വെറുതെ. അല്ല, അത് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് അതിക്രമിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടാ. ഒന്നുമില്ല. നിങ്ങൾ ഇറങ്ങിയാ മതി. തൽക്കാലം നിങ്ങൾ ഇറങ്ങിപ്പോ. തൽക്കാലം ഇറങ്ങി. അതൊന്നും വേണ്ട. വെറുതെ പ്രശ്നങ്ങളിലേക്ക് പോകരുത്. അതിന് മുമ്പ് നിങ്ങൾ ഇറങ്ങിപ്പോ. കഴിച്ചുകൊണ്ടല്ലേ അണ്ണൻ കഴിച്ച ഇടങ്ങേറാണ്. നമ്മുടെ താല്പര്യം അതൊക്കെ തന്നെയാണ്. പ്രശ്നങ്ങളിലേക്കൊന്നും ആരും നിൽക്കരുത് തന്നെയാണ് നമ്മുടെയൊക്കെ താല്പര്യം. നേരെ സംസാരിക്കുക. നമ്മള് നിങ്ങൾ കിടന്ന് ചാടണം എന്തിനാണ്? അവനൊക്കെ തട്ടിപ്പോയാൽ തന്നെ 5 ലക്ഷം ഇൻഷുറൻസ് ആണ്. ഇറങ്ങണോ എന്റെ വീട്? ഒന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് ഒതുക്കാനുള്ള ഇവിടെ ബഹളുണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ കൊണ്ടുപോകണാടാ. വേണ്ട, മയത്തില് ഞാൻ ഇങ്ങനെ ഒന്ന് വിളിച്ചാലുണ്ടല്ലോ, രജിസ്ട്രാർ ഇവിടെ വരും. ഇപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞ് മോള് ഇവിടുന്ന് പോകും. ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. നിങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞത് തന്നെ കെട്ടാൻ വന്നല്ല, മോളെ കെട്ടാൻ വന്ന. അതിനെ പറഞ്ഞു, നിങ്ങൾ അറിയിക്കോ. അതെ അച്ഛാ, അണ്ണനെ വെറുപ്പിക്കല്ലേ. അണ്ണ ഒരു 2 ദിവസം ആലോചിക്കാൻ കൊടുത്തു. പെങ്കൊച്ചിന്റെ കല്യാണമൊക്കെ അല്ലേ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യും, ബന്ധുക്കളൊക്കെ അറിയിക്കണമെങ്കിൽ ഇറങ്ങിപ്പോ. എന്താ ചെയ്യണേന്ന് കാണിച്ചു. ഒരു തേങ്ങ ചെയ്യില്ല. നീ മിണ്ടാതിരയുടെ ഒരു സമയത്ത് പോവാന്ന്.
നീ വെറുതെ വേണോടെ ഒന്നുമില്ലെങ്കിൽ നാളെ അച്ഛനല്ലേ ഇത് അതുകൊണ്ടാണ് പിന്നെ ക്ഷമിക്കുന്നത്. അങ്ങനത്തെ വർത്താനം പറയണതാണ്. ബഹളമൊന്നും അതെ ഉണ്ടാവില്ല. നമുക്ക് കാര്യങ്ങൾ പൊന്നു സുഹൃത്തെ നിങ്ങൾ ദയവചിട്ട് ഇറങ്ങിപ്പോ. ഇത് കൊള്ളാം. ഇപ്പൊ പറഞ്ഞ ഭാഷ ഉണ്ടല്ലോ അത് കൊള്ളാം. അതിനപ്പുറത്തേക്കും കിടന്ന് കൊലമ്പല്ലേ എന്തല്ലടാ എന്തെങ്കിലും ഒന്നുണ്ടായി അപ്പൊ കിടന്ന് വേളം ഉണ്ടാക്കാനാ. ഇതൊക്കെ സില്ലി കേസുകളല്ലേ, ഇത് ഇവിടെ പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ലേ ഇത്. അച്ഛാ ഒരു കാര്യം പറയാം. ഒരു കാര്യം പറയണ്ടെന്ന്. എന്ത് കാര്യം പറയണേ? അണ്ണൻ പറയണ അനുസരിച്ചോ, അല്ലെ അച്ഛനില്ലാത്ത ഒരു പെൺകുട്ടീനെ എനിക്ക് കെട്ടേണ്ടി വരും. ലോഡായിട്ടിരിക്കുകയാണ്. ഒരു പ്രഷറങ്ങാട് വന്നു കഴിഞ്ഞാൽ ആരാണ് അച്ഛനാണോ മോളാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞത് 2 ദിവസം എടുത്തോ ബന്ധുക്കളെയൊക്കെ ഒന്ന് അറിയിക്കണം. പെൺകൊച്ചിന്റെ കല്യാണം അത് കഴിഞ്ഞിട്ട് കാര്യം കൃത്യമായിട്ട് പറഞ്ഞോട്ടാ. 3-ന്റെ അന്ന് മോള് വീട്ടിലിരിക്കും എന്റെ കേട്ടാ, ആലോചിച്ചോ. അതെ, അച്ഛനെ മര്യാദക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ആരെയും ആഗ്രഹിച്ചാൽ നടത്തിയിരിക്കും. നല്ലൊരു ജീവിതം കളയാൻ നിൽക്കണ്ട. ഹലോ, എന്താണ്? ഒന്നുമില്ല, പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഓക്കെ, ഐ ലവ് യു. അവരെ നിനക്കറിയോ? ഇല്ല അച്ഛാ, എനിക്കറിയില്ല. കാട്ടിലൊരു സിംഹം മതി, വെടികൊണ്ട മന്മഥൻ. എടാ സ്വരുവേ, എല്ലായിടും നമ്മളെ നാട്ടിൽ എന്തല്ല കുഞ്ഞുമനെ നടക്കുന്നത്? ഈ ഗുണ്ടകൾക്കെല്ലാം ഫ്ലക്സാ ഇവിടെ. എന്റെ സുധിയാട്ടെ ഇതൊക്കെ ചെറുതാ. ഇനി ഇതിനും വലിയ ഫ്ലെക്സ് ഇവിടെ ഒന്ന് വരാൻ വെക്കുന്നുണ്ട്. ആരെ? മറ്റേ വടിവാള് ശീതളനോ അങ്ങനെ എന്തോ ഒരാളില്ലേ, ആ വടിവാ മൂപ്പര ഫാൻസർ ഇതിനും വലിയ ഫ്ലെക്സ് ഇവിടെ കൊണ്ടുവയ്ക്കുന്ന പറഞ്ഞേ. ഫാൻസാ? ഈ ഗുണ്ടക്ക് ഫാൻസ് ഉണ്ട് ഇവിടെ? നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ? നിങ്ങൾ ഈ ഫേസ്ബുക്ക് വാട്സാപ്പിലൊന്നും കാണില്ലേ? ചെറിയ മക്കളടക്കം ഇവരെ ഫാൻസാ. പോരാത്തിന് ഇവരൊക്കെ ഫാൻ പേജാ. ഫുൾ സിനിമ സ്റ്റൈലിലുള്ള നടത്തോ BGM എന്തൊക്കെ സെറ്റപ്പ് അവന്മാർക്ക്. എന്റെ മോനെ, ഈ എന്താ പറയാ, നമ്മളെ നാട്ടിന്റെ ഒരു പോക്ക് നോക്കണം നീ. പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ ഈ മഹാമാരി പേരിൽ നമ്മളെ നാടറിയപ്പെട്ട്, ഇപ്പൊ ഇമാതിരി കുറെ ബടക്ക് ഗുണ്ടകളെ പേരിൽ അറിയപ്പെടാഞ്ഞാല് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുണ്ട്. മുട്ടായി ആ അത്യേട്ടാ, എന്താടാ ഇത്? ഇത് പണ്ട് നമ്മള് കാപ്പ പ്രകാരം നാട് നടത്തിക്കില്ലേ മന്മഥനാ, ആ മൂപ്പർ തിരിച്ചു വരുന്നുണ്ട്, അതിന്റെ ഫ്ലക്സാ. അതെ, പക്ഷെ ആരാ ഇതിവിടെ കൊണ്ടുവച്ചത്? ആരോട് ചോദിക്കുന്നത് അത്യേട്ടാ, എന്തെല്ലാം ഫാൻസെല്ലാം ഉണ്ടോ അല്ലെ ഇരിക്കല്ലോ. നമുക്കെന്താ ടെൻഷൻ പോലെ? ഒരു ടെൻഷൻ ഉണ്ടല്ലോ വല്ലാണ്ട്. എന്നാ ആകെ ടെൻഷനാണ് മോനെ. എന്നാ ഇന്ന് നോക്കുമ്പോ ഒരു പറ്റം ഗുണ്ടകള് വീട്ടില്. ഗുണ്ടകളാ? ആ, അതിലൊരുത്തന് മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന്. അത് ശരി. ആ, എന്താ പിന്നെ ചെയ്യാ? അല്ല, നിങ്ങള് ഈ ഗുണ്ടകളെല്ലാം വരുമ്പോ നമുക്ക് ആ രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടാവില്ല അവരോട്? ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞു, കടന്നു പോവാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. അങ്ങൾ അതല്ല, ചെപ്പക്കുറ്റൊക്കെ പൊട്ടിക്കല്ലേ വേണ്ടിയത്. അതിനൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ മോനെ എനിക്ക് എന്റെ തടി കൂടി നോക്കണ്ടേ. ഞാൻ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് പറയാൻ പോവാ. ആ, എന്നാ ഞാനും ഉണ്ട്, കംപ്ലൈന്റ് ചെയ്യണം എന്തായാലും. അങ്ങനെ വിട്ടാ പറ്റൂലോ. ആ, എന്നാ അങ്ങനെയാണോ? ഏതാ ടീം വന്നേ? ഏതാ ടീമെന്ന് ഞാൻ ചോദിച്ചില്ല. എന്താ അവന്റെ പേര് പറഞ്ഞത്? പ്യാരി. ആസിഡ് പേരിയാ? ആസിഡ് പേരിയാ? ആ, ആസിഡ് പേര് തന്നെ. പിന്നെ വേറൊരാളുണ്ട്, ശീതളൻ. വടിവാള് ശീതളൻ. ആ, വടിവാളി ശീതളൻ. സത്യേട്ടാ അത് ഡേഞ്ചർ ടീമാട്ടോ. ഡേഞ്ചർ ടീമാന്ന് പറഞ്ഞിട്ട് പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റൂടാ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് പറയണ്ടേ? നമുക്കൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല അതിന്ന്. ആ, നമ്മളെ ഡീൽ ചെയ്യണ്ട, അത് പോലീസുകാർ ചെയ്തോളും. നീ വരണ്ട, വാ. അല്ല അത്യേട്ടാ, ഈ പ്യാരിയാകുമ്പോ നമ്മളിപ്പം പ്യാരിക്കെതിരെ പരാതി കൊടുക്കുമ്പോ ഓലിക്ക് നമ്മളോടൊരു വെറുപ്പുണ്ടാവും. പിന്നെ അതിന്റെ മുകളിൽ പ്രശ്നമായി അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ നമുക്കൊരു വെട്ടുകൊണ്ട് നമ്മളെ ജീവൻ അപകടത്തിലാവും. മാത്രല്ല എനിക്ക് പള്ളക്കെന്തോ ഒരു ഇപ്പൊ പുളിമുട്ടായി നിന്നിട്ടേ. ആയിക്കോട്ടെ. ഇപ്പൊ വരണ്ട, അവിടെ ഇരുന്നോ. അവിടെ ഇരുന്നോ, നല്ലേ നമുക്കോളാം.
അവർക്ക് അറിയില്ല കേട്ടോ ടീം ഏതാത്. ടീം ഏതായാലും തോന്നി പറഞ്ഞാൽ പോവാണ്ടൊത്തില്ലേ. ഇവൻ പോയിട്ടുണ്ട് ഇപ്പൊ എനക്കും പെട്ട് കിട്ടും. വെറുതെ എന്തിനു കച്ചറ ഞാനില്ല. ഇപ്പൊ എന്ത് കാര്യത്തിലായി പോയി പറഞ്ഞേ? ഞാനില്ല പോയിട്ടിങ് വരട്ടെ. എനിക്കടാ എഴുതാ കൊറേ നേരായി എണിക്കാൻ പറഞ്ഞിട്ട് എണിക്കുന്നു. എഴുതാ നിന്റെ പണിയെന്താ? എല്ലാം എണിക്കേ പൈസ ഇവൻ തരും. എന്താ കൊടുക്കൂലേ? കൊടുക്കൂലെന്ന് എന്താ മടിയുണ്ടാ? കൊടുക്കാം. ആ കാര്യം ഉണ്ടായിരുന്നു. ആരാടാ അത്? ഓനേക്ക് അറിഞ്ഞൂടാ? പണ്ടെന്റെ കൂടെ പഠിച്ചതാ. ഓനാ? നല്ല ഉഷാറായിരുന്നു. വെറും കച്ചറ അടിച്ചിട്ട് കണ്ട സിനിമയെ കണ്ടിട്ട് ആവേശം മുതൽ ഗുണ്ടയാ നടക്കുന്ന. എന്റെ മേലേക്കാളോ വണ്ടി കയറ്റം നോക്കിയേ. ആ നാളെ ഓന്റെയൊക്കെ ഫ്ലെക്സ് കൂടെ കാണേണ്ടി വരും. നമ്മള് തമ്മിൽ വർത്താൻ പറഞ്ഞല്ലേ. ഓനോടൊന്ന് ഞാൻ പറഞ്ഞ ഓൻ വരുമ്പോ ഒന്ന് ബഹുമാനിച്ചു നിങ്ങക്ക്. ഓൻ ഒരുത്തം വന്ന് മപ്പാട് എണീറ്റ് വിടുവാനാ. ഇനി ഓനെയൊക്കെ ബഹുമാനിച്ചിലൂടെ ജീവിക്കാൻ പറ്റും. വിട്ടോ ഇനി ഇവിടെ ഇരിക്കണ്ട. ചിരിയുടെ വേദിക്ക് 300ന്റെ ആഘോഷം. പ്രവേശനോത്സവം നടക്കത്തില്ല. എന്താ പ്രവേശനോത്സവം തളർന്നു നടക്കണോ? ഒറിജിനൽ എവിടെ? അവന്റെ ബലം പിടുത്തം കാണുമ്പോ അറിയാം അത് ഞാനാണ്. കയ്യും കാലും ഏറ്റവും മനോഹരമായി ചെയ്തുകൊണ്ടിരുന്ന ജനാർദ്ദൻ ചേട്ടനെ വലിച്ചു കീറി ഒട്ടിച്ച് ഭിത്തിയിലാക്കിയത്. എന്തോ ചെയ്യാനെന്താ പറയാ എല്ലാവർക്കും. അല്ല മഞ്ജു ചേച്ചി, മേക്കപ്പ് അയച്ച് കണ്ടിട്ടുണ്ടാ? എന്നെക്കാട്ടും പ്രായം വരും. മഞ്ജുവിന് അറിയാതെ. മഞ്ജു പറ മഞ്ജു. സാറേ, 6C പഠിക്കുന്ന മണി എന്നോട് I love you എന്ന് പറഞ്ഞതാ. കൊച്ചു ചെറുക്കനല്ലല്ലോ. മാവേലിക്കര സാധിച്ചേട്ട് എനിക്ക് പുള്ളിയുടെ എന്റെ പൊന്നു പിഷു, നീ കഥ പറയില്ല. ഈ 850 എപ്പിസോഡുകളിലും ഒരാളാണ് മഞ്ചേച്ചി എന്ന് പറയുന്നത്. പല ദുഃഖങ്ങളും ഞാൻ മറന്നത് ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട്. അത് ശരി. അപ്പൊ അവര് ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ടാണ് വീട്ടിൽ വന്നതല്ലേ? അതെ സാറേ, വലിയ വെട്ടുകത്തിയും വടിവാളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അതുകൊണ്ടാണ് നിങ്ങൾ അവര് ഗുണ്ടകളാണെന്ന് പറഞ്ഞ്? ആ, അവര് ഗേറ്റ് ഒക്കെ അങ്ങോട്ട് തുറന്നു വന്നു കഴിഞ്ഞിട്ട് നേരെ കയറിന് വരികയാണ്. ഒരു പെണ്ണ് ചോദിക്കാണ്. പെണ്ണ് ചോദിക്കാണ് എന്റെ മോളെ കല്യാണം കഴിക്കണം എന്നാ പറയുന്നത്. എന്താ അവരുടെ പേര് പറഞ്ഞ്? പേര് അതിൽ എഴുതിയിട്ടുണ്ട് സാറേ. പ്യാരിയാണ്, പ്യാരി. ആസിഡ് പ്യാരി. ആസിഡ് പ്യാരി. ആ, പിന്നെ വേറൊരു ശീതളനും. വടിവാൾ ശീതളൻ. ഇവരാണല്ലേ? അല്ല, ഇവര് നമ്മുടെ ഈ ലിസ്റ്റില് ഉണ്ട്. അല്ല, ഉണ്ടാവുമല്ലോ. ലിസ്റ്റിലുണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അവരെ വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കാം. അല്ല, സംസാരിക്കേണ്ട കാര്യം സാറേ, സംസാരിച്ചിട്ട് കാര്യമില്ല. അവരോട് സംസാരിക്കാനേ പറ്റില്ല. ഒരു മര്യാദയില്ല. മര്യാദയുടെ ഭാഷ മനസ്സിലാവില്ല. അല്ലെ ചീമറകണനായിട്ടുള്ള ഒരാളുണ്ട് കണ്ണിങ്ങനതായിട്ട്. ഈ വടിവാള് ശീതളൻ. അയാളാ മെയിന്. സാറേ, അവരെ നേരെ പോയി പിടിക്കുക. എന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നൊരു ലോക്കപ്പിലിട്ടൊരു 4 ഇടി കൊടുക്കുക. അതേ മാർഗമുള്ളൂ. അതെ, കേരളത്തിലെ ഒരുപാട് ഗുണ്ടാവിളയാട്ടുകൾ നടക്കുന്ന സമയമാണ് ഇപ്പൊ. അതെ അതെ അതെ. ഇപ്പൊ നിങ്ങൾ പരാതി തന്നതനുസരിച്ചിട്ട് ചെന്നിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ
അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ മോളെ ഭാവിയെ ബാധിക്കും. അത് മകളെ നല്ലൊരു രീതിയിൽ കല്യാണം കഴിച്ചയക്കണ്ടല്ലേ? അതെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രണ്ടുപേരെ അല്ലടോ വിളിച്ചു വരുത്തിയിട്ട് മേലാൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു താക്കീത് കൊടുത്തിട്ട് വിടാം നമുക്ക്. സാറേ അപ്പൊ അവര് വീണ്ടും ചെയ്താലും? ഇല്ല, വീണ്ടും ചെയ്യില്ല. വീണ്ടും ചെയ്താൽ നമ്മൾ നടപടി എടുക്കും. ആദ്യം ഒന്ന് വിളിച്ച് ഉപദേശിക്കാം. എന്താ ഒന്ന് ഉപദേശിക്കാം. പോലീസ് സ്റ്റേഷനാണോ പള്ളിയാണോ എന്തേലും പറഞ്ഞാ? ഇല്ല സാറേ. അപ്പൊ ഞാൻ അവരെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. അല്ല അപ്പൊ ഈ കേസ്? അല്ല, നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പിന്നെ കേസിന്റെ ആവശ്യമില്ലല്ലോ. ഈ പരാതി വെച്ചോളൂ, ധൈര്യമായിട്ട് പൊക്കോളൂ. ഉണ്ടാവില്ല, ഞാൻ രണ്ടാളെയും വിളിച്ച് സംസാരിക്കാം. ശരി, പൊക്കോളൂ. സാറേ അപ്പൊ ഇനി ഉണ്ടാവരുത്? ഇല്ലെന്നേ, ഇനി ഉണ്ടാവില്ല. ഞാൻ ഈ സുഗതന്റെ സ്റ്റേഷൻ പരിധിയിൽ അമ്മാതിരി കേസൊന്നും നടക്കാൻ ഞാൻ വിടില്ല. ധൈര്യമായിട്ട് പൊക്കോളൂ. ആസിറ്റ് പ്യാരും വടിവാള് ചെയ്തതിന്റെ അടുത്തേ നല്ല കാര്യമുണ്ടോ? അയ്യോ, ഈ ഫോൺ ആയിട്ടാന്ന് തോന്നുന്നു. സാറേ ഞാൻ കൂടെ കൊടുക്കാം. കൊടുത്തേ. ഹലോ ആ ഞാൻ അവിടെ മറന്നുപോയി. എന്റെ സാറേ, ഒരു പരാതി പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് സാറ് പറയണത്. എന്റെ പൊന്നിയേട്ടാ, ചേട്ടനല്ലാണ്ട് ഗുണ്ടകൾക്കെതിരെ പരാതി കൊടുക്കാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വരൂ. അല്ലാതെ പിന്നെ എവിടെ പോയിട്ട് പറയും ഞാൻ? ചേട്ടന് ഞാനൊരു നമ്പർ തരാം. വെടികൊണ്ട മന്മത്. അവന്മാരെ ഒതുക്കാൻ അയാളെ ഉള്ളൂ. അല്ലാണ്ട് ഈ സുഗതനേസേനെ കൊണ്ടൊന്നും പറ്റത്തില്ല. ചേട്ടൻ നമ്പർ കൂട്ടി. വെടികൊണ്ട മന്മത്? അതെ അതെ.